ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽവേസ് പ്രമിത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാവിലെ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ദേ ഭാരത് കയറി കോഴിക്കോട് എത്തി. കോഴിക്കോടിൽ നമ്മൾ താമരശ്ശേരി ചുരം കയറി വയനാട് എത്തി. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പൊ ഇന്നലെ ആ ഒരു വീഡിയോ ആയിരുന്നു ഫസ്റ്റ് പാർട്ട്. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റിലോട്ടൊക്കെ പോവാണ് കർണാടകയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഗൂഡല്ലൂരിലോട്ട് പോകുന്നുണ്ട് തമിഴ്നാട്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒരു റൈഡ് കഴിഞ്ഞ് രാത്രി തിരിച്ച് വയനാട് എത്തുന്ന ഒരു പ്ലാനാണ് ഇന്ന്. അപ്പൊ അങ്ങനെ ഒരു ഫുൾ 1 ഡേ കൊണ്ട് 3 സ്റ്റേറ്റ്സ് ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു ട്രിപ്പാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം, കാണാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങി. സമയം 11 മണിയായി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ട്രിപ്പിൻ്റെ ഒരു ബേസിക് പ്ലാൻ ഞാൻ പറയാം. നമ്മൾ ആദ്യം പോകുന്നത് കർണാടകയിലോട്ടാണ്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി നമ്മൾ ഗുണ്ടൽപേട്ട് വരെ പോകും. ഗുണ്ടൽപേട്ടിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി തമിഴ്നാട്ടിലോട്ട് പോകും. അവിടെ മുതുമലൈ ഫോറസ്റ്റ് വഴി നമ്മൾ ഗൂഡല്ലൂർ വരെ പോകും. ഗൂഡല്ലൂരിൽ നിന്ന് തിരിച്ച് നമ്മൾ സുൽത്താൻ ബത്തേരിയിലോട്ട് വരും. അതാണ് ഇന്നത്തെ ഒരു ഫുൾ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കർണാടകയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 24 കിലോമീറ്റേഴ്സ് ഉണ്ട് ബോർഡർ വരെ. നമ്മൾ മുത്തങ്ങ വഴിയാണ് പോകുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഡയറക്റ്റ് കർണാടകയിൽ പോകാൻ പറ്റുന്ന ഒറ്റ റൂട്ടേ ഉള്ളൂ, അത് ഈ മുത്തങ്ങ വഴിയാണ്. അതായത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും മുത്തങ്ങ, പിന്നെ ബോർഡർ കയറി ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഗുണ്ടൽപേട്ട്. ആ വഴി തന്നെയാണ് നമ്മൾ മൈസൂറും പിന്നെ ബാംഗ്ലൂരും ഒക്കെ പോകുന്നത്. സുൽത്താൻ ബത്തേരി വഴി ഡയറക്റ്റ് ആയിട്ട് പോകുന്ന ഈ ഒറ്റ വഴി മാത്രമേ ഉള്ളെങ്കിലും വയനാട്ടിൽ ഇനിയും വഴികളുണ്ട് കർണാടകയിലോട്ട് പോകാൻ. മാനന്തവാടി തൊൽപ്പെട്ടി വഴിയും പോകാൻ പറ്റും, അതുപോലെ തന്നെ മാനന്തവാടി ബാവലി വഴിയും പോകാൻ പറ്റും. അങ്ങനെ വഴികളുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ എത്തിയപ്പം ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു സുൽത്താൻ ബത്തേരിയെ കുറിച്ച്. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി എന്ന പേരും അതിൻ്റെ ഹിസ്റ്ററിയുടെ കാര്യം പറഞ്ഞപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ പറയാം. സുൽത്താൻ ബത്തേരി എന്ന പേര് വരുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിൻ്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് അതായത് 13th സെഞ്ച്വറി ഒക്കെ ആയിരുന്നപ്പം ഈ ജെയിൻ മേർച്ചൻസ് ഉണ്ടായിരുന്നു. ജെയിനിസം എന്ന റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ മേർച്ചൻസ് ഉണ്ടായിരുന്നു. അവർ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വന്നപ്പോൾ ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ടാക്കി. ഇതൊരു ഫേമസ് സ്ഥലമായിട്ട് മാറി. റിലീജിയസ്ലിയും അതുപോലെ തന്നെ ട്രേഡിംഗ് നടക്കുന്ന ഒരു മെയിൻ സ്ഥലമായിട്ട് ഈ ഒരു ജെയിൻ ടെമ്പിൾ മാറി. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം, അതായത് 18th സെഞ്ച്വറി കഴിയാറായപ്പോൾ ടിപ്പു സുൽത്താൻ മലബാർ റീജിയൻ ഇൻവേഡ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് ഈ ടിപ്പു സുൽത്താൻ്റെ ആർമിയുടെ ആർട്ടിലറി, അമ്യൂണിഷൻ, വെപ്പൺസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനായിട്ട് ഈ ജെയിൻ ടെമ്പിളാണ് ഉപയോഗിച്ചത്. അവിടെയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഈ ഇങ്ങനത്തെ വെപ്പൺസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നൊരു സ്ഥലത്തിനെ നമ്മൾ ബാറ്ററി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സുൽത്താൻ്റെ ബാറ്ററി ആയിട്ട് ഈ ജെയിൻ ടെമ്പിൾ മാറി. സുൽത്താൻ്റെ ബാറ്ററിയാണ് പിന്നെ പറഞ്ഞ് സുൽത്താൻ ബത്തേരി എന്ന് ആയത്. അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിന് സുൽത്താൻ ബത്തേരി എന്ന പേര് കിട്ടിയത്. അപ്പോൾ അതാണ് സുൽത്താൻ ബത്തേരിയുടെ ഹിസ്റ്ററി. അതുപോലെ തന്നെ ഈ ജെയിൻ ടെമ്പിൾ ഇന്നും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻ്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നമ്മളങ്ങനെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് എൻ്റർ ചെയ്തു. നമ്മൾ ഈ കാണുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണ് ഈ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതുപോലെ തന്നെ ഇവരുടെ ബസ്സും ജീപ്പ് സഫാരികളും ഉണ്ട്. കണ്ടില്ല, ബസ്സുകളെല്ലാം അതിൻ്റെ ഭാഗമാണ്. ജീപ്പ് സഫാരികൾ ഇപ്പോൾ അത്രയും ഇല്ല, പക്ഷെ ബസ് സഫാരികൾ ഉണ്ടെന്നാണ് അറിഞ്ഞത്. വേറൊരു കാര്യം, രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഉള്ളൂ ഈ ഒരു ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. അത് മെയിൻലി അവിടുത്തെ ഈ ആനിമൽസിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ആ കാണുന്നതാണ് ജോഗി സ്മാരകം അല്ലെങ്കിൽ ജോഗി മെമ്മോറിയൽ. അതായത് പണ്ട് 2003-ൽ മുത്തങ്ങ സമരം എന്നൊരു സംഭവം ഉണ്ടായി. അതിൽ പോലീസുകാരും ആദിവാസികളും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി. അത് കാരണം അന്ന് ഒരു പോലീസുകാരനും അതുപോലെ തന്നെ ഒരു ആദിവാസിയും മരിച്ചുപോയി. ആ മരിച്ചുപോയ ആദിവാസിയായിരുന്നു ജോഗി. അതുകൊണ്ടാണ് ഈ ഒരു സ്മാരകം അല്ലെങ്കിൽ ഈ ഒരു മെമ്മോറിയൽ വെച്ചതും ഈ ഒരു ഇൻസിഡൻറ്റിനെ കാണിക്കാനൊക്കെയാണ്. അപ്പോൾ അതൊരു വലിയൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. മുത്തങ്ങ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഈ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും ആദ്യം ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത് എന്തിനു സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് പോലീസുകാരും ആദിവാസികളും തമ്മിൽ ഇങ്ങനൊരു ഏറ്റുമുട്ടലുണ്ടായി, എന്തിന് ഗണ്ണ് ഉപയോഗിച്ചു എന്നുള്ള അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും യൂട്യൂബിലോ ഗൂഗിളിലോ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതീ പറയാൻ പോയാൽ ഇത് ഒരുപാട് നീണ്ടുപോകും ഈ ഒരു വീഡിയോ, അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കേരള കർണാടക ബോർഡറിലെത്തി. ബോർഡറിൽ കണ്ടില്ലേ, യു ആർ ലീവിങ് കേരള സ്റ്റേറ്റ്. അപ്പം ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ കർണാടകയിലോട്ട് കയറുകയാണ്. അപ്പം വെൽക്കം ടു കർണാടക ആൻഡ് വെൽക്കം ടു ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു കർണാടക എന്ന്.
അപ്പോൾ മൈസൂരിലേക്ക് 94 കിലോമീറ്റേഴ്സും ഗുണ്ടൽപേട്ടിലോട്ട് 36 കിലോമീറ്റേഴ്സും കൂടെ ഉള്ളൂ. നമ്മളിപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടെല്ലാം കുറേ ആനിമൽസിനെ കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ആനിമൽസിനെ നമുക്ക് സ്പോട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ക്രോസ് ചെയ്തു. ഗുണ്ടൽപേട്ടിലേക്ക് ഇനിയും 15 കിലോമീറ്റർ ഉണ്ട്. മൈസൂർ വരെ 75ഉം അതുപോലെ തന്നെ ഊട്ടി പോകാൻ 82 കിലോമീറ്റേഴ്സും ഉണ്ട്. ഈ സൈഡിലൊക്കെ ഒരുപാട് ഈ വലിയ ഗുൽമോർ മരങ്ങളാണ്. ഫുൾ ഈ പൂ വന്ന് ഓറഞ്ച് കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന മരങ്ങളാണ്. നല്ല രസമാണ് കാണാൻ. ഗുണ്ടൽപേട്ട് നമ്മൾ എത്താറായി. അപ്പോഴേക്കും ആ സൈഡിൽ സൺഫ്ലവർ തോട്ടം കാണാൻ പറ്റി. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ സൺഫ്ലവർ ഫാം. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നല്ലൊരു റോഡായിരുന്നു. അപ്പം ദൂരെ ബാക്കിൽ കുറേ മലകൾ കാണാം നമുക്കിവിടെ. ആ കാണുന്നതാണ് നമ്മുടെ സൺഫ്ലവർ ഫാം. സോ നമുക്ക് അങ്ങോട്ട് പോവാം. അതുപോലെ തന്നെ സൈഡിൽ ഈ കരിമ്പിൻ ജ്യൂസ് കിട്ടുന്ന കടയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് കരിക്കും വിൽക്കുന്നുണ്ട്. ഇവിടെ അവർ 2 കോട്ട്സ് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇംഗ്ലീഷിലും വേറൊരെണ്ണം കന്നഡയിലും. അപ്പോൾ നമുക്കിനിയും കയറാം. എന്തായാലും ഗുണ്ടൽപേട്ടൊക്കെ വരുമ്പം ഇത് കണ്ടിട്ട് പോകുന്നതാണ് അതിൻ്റെ ഒരു ഇത്. എല്ലാം നല്ല രസമാണ് കാണാൻ. നമുക്കൊരു സൺഫ്ലവറിനെ പിടിച്ചു നോക്കാം. അപ്പോൾ ഇതൊരു പുതിയ സൺഫ്ലവറാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. മറ്റേ വലുതിൽ അകത്ത് ബ്രൗൺ ഒക്കെ അല്ലേ. അപ്പം എല്ലാം ഒരു ഡയറക്ഷനിലോട്ടാണ് നോക്കുന്നത്. അതായത് സണ്ണുള്ളിടത്തോട്ടാണ് ഇതെല്ലാം നോക്കുന്നത്. കണ്ടില്ല, ഇവിടെ ഇതെല്ലാം ഈ ബ്രൗൺ കളർ അകത്ത് വന്നൊരു സൺഫ്ലവർ. എന്ത് സൺഫ്ലവറാന്ന് നോക്കുക, ഒരുപാടുണ്ട്. ഫുള്ളിങ്ങനെ വന്നിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തി. ഇന്നൊരു സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. അപ്പോൾ ഗുണ്ടൽപേട്ടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. കർണാടകയിലെ ചാമരാജ് നഗർ ഡിസ്ട്രിക്റ്റിലെ ഒരു ടൗണാണ് ഗുണ്ടൽപേട്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫ്ലവർ പോട്ട് എന്നാണ് ഈ സ്ഥലത്തിനെ വിളിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ സൺഫ്ലവർ തോട്ടങ്ങളും അതുപോലെ തന്നെ ബാക്കി പൂക്കളും വളരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ആ കാണുന്ന ജംഗ്ഷനിൽ നിന്നും റൈറ്റ് എടുത്താണ് നമ്മൾ ഗൂഡല്ലൂരിലോട്ട് പോകുന്നത്. ലെഫ്റ്റ് എടുത്താൽ മൈസൂർ ബാംഗ്ലൂരിലോട്ട് പോകാൻ പറ്റും. അതുപോലെ ഈ NH-766 ഒരു മെയിൻ ടൗണാണ് ഗുണ്ടൽപേട്ട്. കാരണം ഇപ്പം കേരളത്തിൽ നിന്നൊക്കെ വയനാട്ടിൽ നിന്നൊക്കെ ഈ മൈസൂർ ബാംഗ്ലൂർ പോകുന്നതും അല്ലെങ്കിൽ ഊട്ടിയിലോട്ട് പോകുന്നതും ഈ ഗുണ്ടൽപേട്ട് വഴിയാണ്. അതുപോലെ തന്നെ മൈസൂർ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് കേരളത്തിലോട്ടോ ഇപ്പോൾ വയനാടോ കോഴിക്കോടോ ഒക്കെ അല്ലെങ്കിൽ ഊട്ടിയിലോട്ടും പോകാൻ പറ്റുന്നത് ഇതേ വഴി കൂടെ തന്നെയാണ്. ഗുണ്ടൽപേട്ട് വഴിയാണ് പോകുന്നത്. അപ്പം ഒരുപാട് ടൂറിസ്റ്റ്സ് പോകുന്നതുമായിട്ടുള്ളൊരു വഴിയാണ്. ഈ കാണുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ സഫാരി ക്യാമ്പസാണ്. അതായത് ബസ്സിലും ജീപ്പിലും പോയി നമ്മൾ സഫാരി പോകുന്നത് ഈ ആനിമൽസിനെ കാണാനൊക്കെ. പക്ഷെ അതിപ്പം കറൻ്റ്ലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ബന്ദിപ്പൂർ ഫോറസ്റ്റിലോട്ട് നമ്മൾ വീണ്ടും കയറി. ഗുണ്ടൽപേട്ടിൻ്റെ ആ ടൗൺ സൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് വന്നു. അപ്പോൾ ഗുണ്ടൽപേട്ടിൻ്റെ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഫ്ലവേഴ്സ് മാത്രമല്ല അവിടെ ഉള്ളത്, അല്ലാതെ വേറെ കൃഷികൾ, ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. ഫ്രഷായിട്ട് കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ്. അതുപോലെ ലഞ്ച് നമ്മൾ കഴിച്ചായിരുന്നു. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ലഞ്ച് പാക്ക് ചെയ്തുകൊണ്ടാണ് വന്നത്. വേറെ ഹോട്ടലൊന്നും കയറിയില്ല. അപ്പം ഈ ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് കുറച്ച് പോയപ്പോഴേക്കും നമ്മൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട് കഴിച്ചിട്ടാണ് പിന്നെ ബാക്കി ജേർണി കണ്ടിന്യൂ ചെയ്തത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ബന്ദിപ്പൂർ ഫോറസ്റ്റിലോട്ട് കയറിയതെന്ന്. നേരത്തെ ഗുണ്ടൽപേട്ട് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവിടുന്ന് ആനിമൽസിനൊക്കെ കണ്ട് ഇറങ്ങി എന്നൊക്കെയല്ലേ പറഞ്ഞത്.
അപ്പോൾ അത് നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ഫോറസ്റ്റാണ്. അതിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് കർണാടകയിലോട്ട് കയറിയത് ഗുണ്ടൽപേട്ട് പോകാൻ നേരം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ഗുണ്ടൽപേട്ടിൽ നിന്ന് തിരിച്ച് തമിഴ്നാട്ടിലോട്ട് പോകുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കണ്ട സ്ഥലത്തിൻ്റെ പേരും ബന്ദിപ്പൂർ എന്നായിരുന്നു. ഫോറസ്റ്റിനെ നമ്മൾ മുഴുവനായിട്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്ന് പറയുമെങ്കിലും ഇപ്പോൾ കണ്ട സ്ഥലത്തിൻ്റെ പേര് ബന്ദിപ്പൂർ എന്നാണ്. അങ്ങനെ നമ്മൾ കർണാടക തമിഴ്നാട് ബോർഡർ എത്തി. അപ്പോൾ ഈ ആർച്ചിൽ വെൽക്കം എന്നാണ് കന്നഡയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത ആർച്ച് ഉണ്ടില്ലേ, അവിടെയാണ് നമ്മൾ കർണാടക സ്റ്റേറ്റ് വിടുന്നത്. എന്നിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കർണാടക എക്സിറ്റ് ചെയ്യുന്നു. സോ വെൽക്കം ടു തമിഴ്നാടു. തമിഴ്നാട് ബോർഡർ കയറി ഉടനെ തന്നെ കാണുന്ന കാഴ്ച കണ്ടില്ലേ, ഓഫ് അടിപൊളി. ഇതേ വീണ്ടും കുറേ ഗുൽമോഹർ മരങ്ങൾ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ തെപ്പക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ മറ്റേ ബോർഡർ കഴിഞ്ഞ് കുറച്ച് പോയി വന്നപ്പോഴേക്കും ഈ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ ഒരു സഫാരി ഉണ്ട്, മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സഫാരി ഉണ്ട്. അപ്പോൾ അത് കയറാനാണ് നമ്മൾ വന്നത്. അപ്പോൾ നേരത്തെ കണ്ട ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മളിവിടെ എത്തി. അപ്പോൾ ആ കാണുന്ന റോഡിലൂടെ നമുക്ക് ഊട്ടി 36 കിലോമീറ്ററും പിന്നെ കോയമ്പത്തൂറൊക്കെ പോകാൻ പറ്റും. 120 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് ഊട്ടിയൊക്കെ. അപ്പോൾ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ബസ് സഫാരിയുടെ റിസപ്ഷൻ കൗണ്ടർ. അപ്പോൾ നമുക്ക് പോയി ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം. അപ്പോൾ ഈ ബോർഡിൽ ഏതൊക്കെ ആനിമൽസിനെയാണ് ഈ സഫാരിക്ക് പോയിട്ടുള്ളവർ കണ്ടിട്ടുള്ളതെന്നും അത് എപ്പോഴാണ് കണ്ടതെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ടിക്കറ്റ്സ് ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ റൈഡിന് പോയിട്ടുള്ള ബസ്സുകളൊക്കെ വന്നാലേ നമുക്കിനി അടുത്ത് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പം ഒരാൾക്ക് 340 റുപ്പീസാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ പെയിൻ്റൊക്കെ കുറേയൊക്കെ പോയിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, ചെറിയൊരു ബസ്സാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ സഫാരിക്ക് പോകുന്നത്. നമ്മുടെ ഈ ബസ് സഫാരിയുടെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തെപ്പക്കാട് എന്ന് പറഞ്ഞ സ്ഥലം വരെ വന്നല്ലോ, ആ റോഡ് നമ്മൾ തിരിച്ചു പോകും. കുറച്ചേ പോകത്തുള്ളൂ. പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ കാട്ടിലോട്ട് ഡൈവേർട്ട് ചെയ്ത് കയറും. എന്നിട്ട് നമ്മൾ കാട്ടിൽ കൂടെ കുറേ നേരം ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഫുൾ ആനിമൽസിനെ കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് നേരത്തെ ബസ് കയറിയില്ലേ, ആ റിസപ്ഷൻ സെൻ്ററൊക്കെ ഉള്ള അവിടെ തൊട്ട് നമ്മൾ കറക്റ്റ് എത്തും. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡൈവേർഷൻ ഇതാണ്. അതായത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കാട്ടിലോട്ട് കയറുന്നത് ഇവിടെ വെച്ചാണ്. കണ്ടില്ല, ആ ഗേറ്റ് കണ്ടില്ല, ഒരു സ്പെഷ്യൽ എൻട്രി പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി. ഇവിടെ കൂടെയാണ് നമ്മളിനി കയറി ഒരു മണിക്കൂറോളം നമ്മളിനി കാട്ടിൽ തന്നെ ഇങ്ങനെ കറങ്ങിയായിരിക്കും തിരിച്ച് നമ്മൾ അവിടെ എത്തുന്നത്. പിന്നെ ഫുൾ കാട്ടിലാണ് നമ്മുടെ ജേണി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ സഫാരി തീരാറായി. നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് എത്താറായി. അപ്പം സത്യം പറയുവാണെങ്കിൽ ഒരു ബോറിംഗ് ട്രിപ്പായിരുന്നു ഇത്. കാരണം നമ്മൾ രാവിലെ തൊട്ട് കാണുന്ന അതേ ആനിമൽസിനെ തന്നെയാണ് ഇവിടെയും കണ്ടത്. പുതിയതായിട്ടൊന്നും അങ്ങനെ കണ്ടില്ല. അതായത് ഈ മാനും കുരങ്ങനും അങ്ങനത്തെ ആനിമൽസ് മാത്രമേ ഇവിടെ കണ്ടുള്ളൂ. അപ്പം പിന്നെ അതേ ആനിമൽസിനെ കാണുന്നതുകൊണ്ടുള്ള ഒരു ബോറടിയാണ് ശരിക്കും. സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇവിടുത്തെ തന്നെ ഒരു എലിഫൻറ്റ് ക്യാമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് നേരത്തെ ഒരു റോഡ് ഞാൻ കാണിച്ചില്ലേ, അതിൻ്റെ മുകളിൽ ഒരു സൈൻ ബോർഡിൽ ഇങ്ങനെ ഊട്ടി 36 കിലോമീറ്റേഴ്സ് കോയമ്പത്തൂറൊക്കെ പോകാമെന്ന്. ആ റോഡ് കയറി തൊട്ടടുത്ത് കിടക്കുന്ന ലെഫ്റ്റ്, ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുള്ള ലെഫ്റ്റിലാണ് ഈ ഒരു എലിഫൻറ്റ് ക്യാമ്പ് ഉള്ളത്. നമ്മൾ ഈ വഴി പോകുന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടെ കൂടെ കയറി പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് എലിഫൻറ്റ് ക്യാമ്പ്സ് ആണ് ഇന്ത്യയിൽ തന്നെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ കൂടിയാണ് ഈ മുതുമലൈ ടൈഗർ റിസർവ് തന്നെ. ആ കാണുന്ന സ്ഥലത്താണ് നമ്മൾ നേരത്തെ കാറ് പാർക്ക് ചെയ്തത് സഫാരിക്ക് പോകുന്നതിന് മുമ്പ്. മറ്റേ ഗുൽമോഹർ മരങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, 5:30 ഇത് ഓപ്പൺ ആവത്തുള്ളൂ. അതാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 5:15 തന്നെ അവർ ഓപ്പൺ ചെയ്തു. അങ്ങനെ നമ്മളിവിടെ കയറി. ദൂരെ നമുക്ക് 2 ആനകളെ കാണാൻ പറ്റും. അവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഫുൾ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ.
അതുപോലെ ഇവിടെ വെൽക്കം ടു മുതുമലൈ ടൈഗർ റിസർവ് തെപ്പക്കാട് എന്ന് കൊടുത്തിട്ടുണ്ട് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. നമ്മൾ ആദ്യം കണ്ട ആനയാണിത്. ഇതിൻ്റെ പേര് ശ്രീനിവാസ് എന്നാണ്. അപ്പോൾ ഇവിടെ ഓരോ ആനകൾക്കും ഓരോരോ പേരുകളൊക്കെ ഉണ്ട്. ബാക്കി ആനകൾ ഓരോന്നോരോന്നേ വരുന്നേ ഉള്ളൂ. നമുക്ക് അവരെ കണ്ടിട്ട് വരാം. ഇവിടെ ടിക്കറ്റിന് 30 റുപ്പീസ് ആണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട സഫാരിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ബില്ല് കാണിച്ചാൽ നമുക്കിവിടെ ഫ്രീ എൻട്രി ആണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ 2023 ദി ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിന് ഓസ്കർ അവാർഡ് കിട്ടിയ ദ എലിഫൻറ്റ് വിസ്പറേഴ്സ് എന്ന ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടെയാണ്. ഇവിടെയാണ് ഓരോരോ ആനകൾക്കുള്ള ഫുഡ് വെച്ചിരിക്കുന്നത്. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് എന്നിവിടെ എഴുതിയിട്ടുണ്ട് ബാക്കിൽ. എലിഫൻറ്റ് ക്യാമ്പൊക്കെ കണ്ട് നമ്മളിതാ ഇറങ്ങി കുറച്ചിങ്ങോട്ട് വന്നു. അപ്പോൾ ആ കാണുന്നതാണ് ഗൂഡല്ലൂർ ടൗൺ. നമ്മളിനി ചുറ്റി അങ്ങ് വരെ എത്തണം. ഫുൾ ഫോഗൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരു ഹില്ലി ഏരിയ ആണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ചോക്ലേറ്റ് ഫാക്ടറീസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ നിർത്തിയതാണ്. അപ്പം ഇത് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഔട്ട്ലെറ്റ് ആണ്. ബാക്കി ആ കാണുന്നതാണ് ചോക്ലേറ്റ് ഫാക്ടറി. പക്ഷെ അത് അടച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ ഔട്ട്ലെറ്റ് കയറി കുറച്ച് ചോക്ലേറ്റ്സ് നമുക്ക് നോക്കിയിട്ട് വരാം. ഇവിടെ ഫുൾ ചോക്ലേറ്റ്സ് ആണ്. പല ടൈപ്പിലുള്ളതുണ്ട്. നട്ട്സ് ഉള്ളതും നട്ട്സ് ഇല്ലാത്തതും, വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, അങ്ങനെ. അപ്പം നമ്മൾ ഈ 3 എണ്ണമാണ് ഇതിലെല്ലാം നോക്കി സെലക്ട് ചെയ്തത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ എത്തി. സമയം 6:45 ആവുന്നു. അപ്പോൾ ആ കാണുന്ന റോഡ് വഴിയാണ് നമ്മൾ തിരിച്ച് സുൽത്താൻ ബത്തേരി പോകുന്നത്. അതുപോലെ തന്നെ കണ്ണൂരും ഒക്കെ ആ വഴി പോവാം. 44 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് സുൽത്താൻ ബത്തേരി വരെ പോകാൻ. അതുപോലെ ഇവിടുന്ന് ഊട്ടി പോകാൻ 50 കിലോമീറ്ററുകളുണ്ട്. ഗൂഡല്ലൂർ തമിഴ്നാട്ടിലെ നീൽഗിരീസ് ഡിസ്ട്രിക്റ്റിനകത്ത് വരുന്നൊരു സ്ഥലമാണ്. അതായത് വെസ്റ്റേൺ ഗാട്സിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹില്ലി ഒരു ടൗൺ ആണ് ഗൂഡല്ലൂർ. ഗുണ്ടൽപേട്ട് പോലൊരു ഫ്ലാറ്റ് ലാൻഡ് അല്ല. അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷേ ഊട്ടിയുടെ അത്രയൊന്നും ഹൈ റേഞ്ചും അല്ല. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെയും നല്ല ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ കിട്ടും. കണ്ടില്ലേ, എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഞാൻ അടുത്ത ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഗൂഡല്ലൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരി എത്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുൾ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.